നമുക്ക് ദേവിൻ്റെ ഫ്രണ്ട്സും ദൈവമൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം. ഒരു സമയം പോലെ കഴിക്കേ. എങ്ങനെയുണ്ട്? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ദേവൂട്ടി വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് ഒന്നുമില്ല, അപ്പം വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. ലഡു തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിലൊന്ന് ആദ്യത്തെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. പിന്നെ പഞ്ചസാര, ഏലക്കായ, ഉണക്കമുന്തിരി, ബേക്കിംഗ് സോഡ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, ഇതും കൂടെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അളവിന് വേണ്ടി ഞാനൊരു 250 ml ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണ്, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മുടെ പഞ്ചസാരയും വെള്ളം ഇതൊക്കെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. കടലമാവിൽ ഒരുപാട് തരികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ലതായിട്ട് ഫിൽറ്റർ ചെയ്ത ശേഷം വേണം നമുക്ക് മാവ് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് ഫുള്ള് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കാം. ഇനി ബൂന്തി തയ്യാറാക്കാനുള്ള ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോഴത്തേന് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിക്കാം. ഞാൻ കറക്റ്റ് ഇത് 1 kgക്കുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബൂന്തി തയ്യാറാക്കാനുള്ള മാവിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പ്, അടുത്തെടുത്തിരിക്കുന്നത് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കളറിന് വേണ്ടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒട്ടും തരിയില്ലാതെ വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ ഇത് മിക്സ് ലാസ്റ്റ് റെഡി ആകാനായിട്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. ബൂന്തി തയ്യാറാക്കാനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് ഒരു കണ്ണാന്തത്തപ്പി വെച്ച് അതിനകത്തോട്ട് ചെറുതായിട്ട് കോരി ഒഴിക്കുക. അപ്പോൾ ഈ വീഴുന്ന ഈ കുമ്പളകൾ അധിക നേരം നമുക്ക് എണ്ണയിലിടാൻ പറ്റില്ല, ഒത്തിരി ഫ്രൈ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. ഒത്തിരി ക്രിസ്പി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ലഡു പിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പെട്ടെന്നിട്ട് അപ്പം തന്നെ കോരിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഫുള്ള് റെഡി ആയിരിക്കുകയാണ്. ഇത് 2 പാത്രത്തിലാക്കി മാറ്റാം. കുറച്ച് ഒരു 1/4 ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള അത്രയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചസാര പാനിയാണ്. നമ്മൾ 1 കിലോ മാവിന് 1 കിലോ പഞ്ചസാര എന്ന കണക്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഗ്ലാസ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളതൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് പാനിക്കകത്തോട്ട് ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കാം. ഇതും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് തിളച്ച് ആ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റ് ആകണം. നൂൽപ്പരം ഒന്നും ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ആ ബൂന്തിയിലോട്ട് ഈ പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് ഇരിക്കണം. ആ സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള നമ്മുടെ ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതോടെ നമ്മൾ അതിൻ്റെ കൂടെ മിക്സിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഒന്ന് തണുപ്പ് മാറുന്ന സമയത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ ലഡു തയ്യാറാക്കാം. വലിയ ലഡു വേണമെന്നുണ്ടെങ്കിൽ വലുത് വെക്കാം, ചെറുത് വന്നെങ്കിൽ ചെറുത് മതി. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ചെറുതായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.